ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് KPSTA സ്വദേശ് മെഗാ ക്യൂസ് 2026 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15 ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആനി ബസന്റ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. 2026 വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ഉത്തരം ലിൻഡ നോസ്കോവ. കേരളത്തിൽ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 8. ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവനെയും തൂക്കിലേറ്റതെന്നാണ്? ഉത്തരം 1931 മാർച്ച് 23. മഹാത്മാഗാന്ധി ജനിച്ചത് എന്നാണ്? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. അപ്പോൾ ഉത്തരം 1869 ഒക്ടോബർ 2 കേട്ടോ മഹാത്മാഗാന്ധി ജനിച്ചത്. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് ഏത് ആശ്രമത്തിൽ നിന്നാണ്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. മഹാത്മാ എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഉത്തരം 1889 നവംബർ 14. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ വർഷം ഏതാണ്? ഉത്തരം 1915. ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം കമല നെഹ്റു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ KPSTA സ്വദേശ് മെഗാ ക്യൂസ് 2026 പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ചാന്ദ്ര ദിന ക്യൂസ്, വായനാ ദിന ക്യൂസ്, ബഷീർ ദിന ക്യൂസ് അങ്ങനെ എല്ലാ ക്യൂസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പാർട്ട് 2 ഉടൻ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. Thank you for watching.